സോ ദിസ് ഇസ് 15 എഫക്ട്. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടത് ഒരു FEGന്ന് ഒരു സ്വിംഗ് ഹൈ, ഓക്കെ, അല്ലെങ്കിൽ സ്വിംഗ് ലോ, ഈ ഒരു രീതിക്കാണ് നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡിറ്റി പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് ആൻഡ് നമ്മുടെ ഫെയർ വാല്യൂ ഗാപ്പ്. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു സൈക്ലിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്നാൽ ഇതൊരു ലിക്വിഡിറ്റി ആണല്ലോ. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി ഏതാണ്? സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി എടുക്കാൻ പോകും. ഓക്കെ, ഈ ഒരു സ്വിംഗ് ഹൈ ഇപ്പൊ എടുത്തല്ലോ, ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ഒരു മൂവ്മെന്റിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയാൽ തിരിച്ചെഗെയിൻ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരും, പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ആ ഒരു രീതിക്കാണ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തതിന് ശേഷം സ്വിംഗ് ഹൈ എടുക്കുക, എന്നിട്ട് ഇത് എടുത്തതിന് ശേഷം എഗെയിൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ അതിലോട്ട് മാർക്കറ്റ് പിന്നെയും വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നല്ല കണ്ടിന്യൂ ആണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്വിംഗ് ഹൈ, എഗെയിൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് മാർക്കറ്റ് അതിലോട്ട് വരും, പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അതാണല്ലോ ആ ഒരു പ്രോസസ്, സൈക്ലിംഗ് പ്രോസസ് ആണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുന്നു, ദെൻ സ്വിംഗ് ഹൈസോ ലോസോ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു, അഗെയിൻ മറ്റൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കി അതിലോട്ട് വരുന്നു, പിന്നെ സ്വിംഗ് ഹൈസ് ആൻഡ് പോയിന്റ്സ്, സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് എടുക്കുന്നു. ഈ ഒരു സൈക്ലിംഗ് പ്രോസസ് ആണ് ഹോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിനാണ് അപ് ട്രെൻഡ്. ദെൻ ഡൗൺ ട്രെൻഡ് പറയുമ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. നമുക്ക് ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന രീതിക്കാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഡൗൺ ട്രെൻഡ് നോക്കണമെങ്കിൽ അതേപോലെ തന്നെ സെയിം സിനാരിയോ, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് സ്വിംഗ് ലോ, ദെൻ പുതിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ആവുന്നു, ദെൻ മാർക്കറ്റ് അതിലോട്ട് വരുന്നു, തിരിച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. ആ രീതിക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്വിംഗ് ലോ, ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്വിംഗ് ലോ, ആ ഒരു പ്രോസസ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിക്വിഡിറ്റി എടുക്കുക, നമ്മൾ പറഞ്ഞ പോലെ സ്വിംഗ് ഹൈ ലിക്വിഡിറ്റി ആണ്, FEG ലിക്വിഡിറ്റി ആണ്. സോ ഈ ഒരു ലിക്വിഡിറ്റി എടുത്താൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് പോകും. അഗെയിൻ ഇവിടെ എത്തുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ് ഏതാണ്? ഇതായിരിക്കും, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പൊ അതിലോട്ട് വരുന്നു. അപ്പൊ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് എടുക്കാൻ ലിക്വിഡിറ്റി അതായിരിക്കും ഈ ഒരു സ്വിംഗ് ഹൈ അല്ലേ, അപ്പോ അതെടുക്കുന്നു. അപ്പൊ ആ ഒരു റാലി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതാണ് നമ്മുടെ ഹോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു അപ് ട്രെൻഡിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു മൂവ് തരുമ്പോൾ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാർക്കറ്റ് തിരിച്ചതിലോട്ട് വരും. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്ത നെക്സ്റ്റ് നമുക്ക് ഏതാണ് നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ്? ഇതായിരിക്കും ഈ ഒരു സ്വിംഗ് ഹൈ. ഇതുവരെ മാർക്കറ്റ് പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ അതുവരെ മാർക്കറ്റ് പോകും. ആ ഒരു പോകുന്നതിനിടയിൽ അഗെയിൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? തിരിച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് പിന്നെ വരും. അപ്പൊ ഈ ഒരു തിരിച്ചു ഇതിലോട്ട് വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സ്വിംഗ് ഹൈ ഫോം ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യും? നിയറസ്റ്റ് ആയിട്ടുള്ള പിന്നെയുള്ള ലിക്വിഡിറ്റി പോയിന്റ് അതായിരിക്കും. അപ്പൊ അത് എടുക്കാനായിട്ട് പിന്നെയും പോകുന്നു, പിന്നെയും ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുമ്പോൾ അതിലോട്ട് പിന്നെ വരുന്നു, പിന്നെ സ്വിംഗ് ഹൈ എടുക്കുന്നു. അപ്പൊ ഈ ഒരു ഓവറോൾ നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മുടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്ന നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജിന്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ നമുക്ക് മാർക്കപ്പ് ചെയ്യാം, ട്രെൻഡ് എങ്ങനെ കൺഫേം ചെയ്യാം, അതേപോലെ എൻട്രീസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിൽ പറയും. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സിനാരിയോ തന്നെ, FEG എടുക്കുന്നു, സ്വിംഗ് ലോ എടുക്കുന്നു, പിന്നെ അഗൈൻ ഒരു FEG ക്രിയേറ്റ് ആകുമ്പോൾ അതിലോട്ട് വരുന്നു, താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ പറയുമ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ ലിക്വിഡിറ്റി ബേസ്ഡ്, നമ്മൾ ഈ സ്ട്രാറ്റജി ഒരു റാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല, നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ലിക്വിഡിറ്റി ആണ്. നമുക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യാനായിട്ട് ഒരു റീസൺ ഉണ്ട്. ഓക്കെ, നമ്മൾ മറ്റുള്ള സ്ട്രാറ്റജീസിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്ട്രാറ്റജിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു കാര്യങ്ങൾ അതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ഫോം ആയിട്ട് കണ്ടിട്ടുണ്ടോ, നമുക്ക് അത് ട്രേഡ് എടുക്കാൻ ഒരു റീസൺ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളെ രണ്ട് ലിക്വിഡിറ്റി പോയിന്റ്സ്. അപ്പൊ ഈ ഒരു സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അവിടെ എൻട്രി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സൈക്ലിംഗ് പ്രോസസ് നമ്മൾ FEG ടു സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് എന്നുള്ള ഈ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് ഈ ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ട് എന്ന് വിശ്വസിക്കാണ്. സോ ഇത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വിക്ക് മൂവ്മെന്റ്സ് തരുമ്പോൾ എപ്പോഴും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവണമെന്നില്ല. സോ അത്തരത്തില് സപ്പോസ് ഈ ഒരു ലെക്കിൽ ഇപ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല, ഇത് ഇങ്ങനെ നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് പോയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെ നെക്സ്റ്റ് ഈ ഒരു
ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എടുത്തു. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു കേസിൽ മാർക്കറ്റ് അപ്പ് പോയി, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് തിരിച്ച് മാർക്കറ്റ് വന്നാൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഏതായിരിക്കും? ഈ ഒരു സ്വിംഗ് ഹൈ ആയിരിക്കും. അപ്പൊ മാർക്കറ്റ് അങ്ങനെ പോയി. ബട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കാതെ ആയിരിക്കും മേലോട്ട് പോയി എന്ന് വിചാരിച്ചോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് ഏതായിരിക്കും? ഇതായിരിക്കും. കാരണം ഇതെന്താണ്? സ്വിംഗ് ലോ അല്ലേ. ഈ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എങ്കിൽ ഇതായിരിക്കും നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ്. മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യൽ? അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്തു, ഈ ഒരു സ്വിംഗ് ഹൈ എടുത്ത് ലിക്വിഡിറ്റി എടുത്തു. ദെൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോ എടുക്കുന്നു. മാർക്കറ്റ് സ്വിംഗ് ലോ, നമ്മൾ സ്വിംഗ് ലോ ഹൈസും ലോസും നമ്മൾ ലിക്വിഡിറ്റി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് ഓവറോൾ ട്രെൻഡ് മാർക്കറ്റ് അപ്പ് ആണെങ്കിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഈ സ്വിംഗ് ലോ എടുത്തിട്ട് റിജക്ട് ചെയ്ത് ക്ലോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവുകയോ അങ്ങനെ എന്തെങ്കിലും നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇനി മറ്റൊരു സിനാറിയോ എന്താന്ന് വെച്ചാല്, സപ്പോസ് മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കി, പക്ഷെ അത് ഫെയിൽ ആക്കി. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആക്കലും അതേപോലെ റെസ്പെക്ട് ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ താഴോട്ട് വന്ന മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്തിട്ട് പോവാന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ ഇതെന്ത് ചെയ്തു? ഇത് താഴോട്ട് പോയി. അതിന് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാതെ എന്ത് ചെയ്തു? മാർക്കറ്റ് നേരെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. ഓക്കെ, ഈ ബ്രേക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയി റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് കൺഫേം ആക്കൽ എങ്ങനെയാണെന്ന് വെച്ചാല്, സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മുകളിലായിട്ട് ഈ ബോക്സ് ഉണ്ടല്ലോ, ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ബോഡി ക്ലോസ് ചെയ്ത്, നമ്മളെ ക്യാൻഡിൽസിന്റെ ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയി, റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ചില സിനാരിയോസിൽ മാത്രം ലോ ടൈം ഫ്രെയിംസിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് റെസ്പെക്ട് ബോഡി ക്ലോസ് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ട് പോകുന്നതാണ്. നമ്മുടെ ഹൈ ടൈം ഫ്രെയിംസ് ആണ് നോക്കുന്നത്. സോ നമുക്ക് പിന്നീട് പറയാം. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് റിയാക്ഷൻ വന്നില്ലതാ, ഇതിലോട്ട് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു താഴോട്ട് കുറച്ച് പോയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് പിന്നെ ഫെയിൽ ആക്കിയത്. ഇപ്പൊ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയി എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യണം? മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, ഇവിടെ ഒന്നും മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ബോക്സിന്റെ മേലെ ക്ലോസ് ആയിട്ടില്ല, ജസ്റ്റ് വിക്ക് മാത്രമേ പോയിട്ട് താഴോട്ട് വന്നുള്ളൂ. അപ്പൊ സ്റ്റിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓക്കെ ആണ് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, താഴോട്ട് പോകുന്നതാണ് സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു മൊമെന്റ് എത്തിയപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റ് എപ്പോഴും നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ട്രേഡ്സ് തന്നോളുന്നില്ല. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയത് എവിടെയാണെന്ന് വെച്ചാൽ, വൺസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മേളിൽ ഈ ഒരു ബോഡി ക്ലോസ് ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ആയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ചിലപ്പോൾ താഴോട്ട് പോയേക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂല. നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യുന്നതും ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് റെസ്പെക്ട് ചെയ്യാതെ പോകുന്ന പറയുന്ന ആ രണ്ട് കോൺസെപ്റ്റ്. സോ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോ അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ബോഡി ബ്രേക്ക് വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് താഴെ ബോഡി ബ്രേക്ക് വന്നാൽ മാർക്കറ്റ് ഇങ്ങനെ കയറി പോകാൻ പോസിബിലിറ്റി കുറവാണ്. ഇവരെ ബോഡി ബ്രേക്ക് ചെയ്ത് ഇതിനെ റെസ്പെക്ട് ചെയ്യാതെയാണ് മാർക്കറ്റിംഗ് ഇവിടെ ക്ലോസ് ആവുകയാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? മാർക്കറ്റ് നെക്സ്റ്റ് നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ, ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ ബ്രേക്ക് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും? മാർക്കറ്റിന് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഇതായിരിക്കും, ഈ ഒരു സ്വിംഗ് ലോ പോയിന്റ്. അപ്പൊ ഈ ഒരു സ്വിംഗ് ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് കയറി പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ, ഓവറോൾ കോർ സ്ട്രക്ചറിന്റെ സിനാരിയോസ്. സോ അതിന്റെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ക്യാൻഡിൽ പോയിട്ട് റെസ്പെക്ട് ചെയ്തു. ഓക്കെ, റെസ്പെക്ട് ചെയ്തിട്ട് താഴോട്ട് വന്നു. ഓക്കെ, ഈ താഴോട്ട് വന്നപ്പോൾ ഇവിടെ പുതിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റിന് പിന്നെ താഴോട്ട് ഈ ഒരു സ്വിംഗ് ലോ എടുത്തു കഴിഞ്ഞു മാർക്കറ്റ്. ഓക്കെ, അതായത് ഈ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നിട്ട്
പിന്നെ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിന് പിന്നെ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പോയിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത് ആക്ച്വലി. ബട്ട് ഇവിടെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും കാണുന്നില്ലല്ലോ. ആ ഒരു മൊമെന്റിൽ മാർക്കറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്വിംഗ് ലോ എടുത്തതിന് ശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള ഏതാണ്, പിന്നെ സ്വിംഗ് ഹൈ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിയറസ്റ്റ് ആയിട്ടുള്ള പിന്നെയുള്ള ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആയിരിക്കും, ഈ ഒരു സ്വിംഗ് ഹൈ. അപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈ എടുക്കുന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, പിന്നെ അവിടുന്ന് താഴോട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കണ്ടില്ല. ഈ ഒരു സ്വിംഗ് ലോ എടുത്തു, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാത്തതിനാൽ എന്ത് ചെയ്തു, ഈ ഒരു സ്വിംഗ് ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ താഴോട്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, പിന്നെ താഴോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കിയത് കണ്ടോ, ഈ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ്. മാർക്കറ്റ് താഴോട്ട് വന്നു, ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ അടിയിലായിട്ട് വന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വരുന്നു, പിന്നെ താഴോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പ്രൊസീജിയർ ആണ് എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ പിന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഒന്ന് ടൈം ഫ്രെയിംസ് ആണ്. ഒന്ന് നമ്മൾ ഓൾറെഡി ഒരു സൈക്ലിംഗ് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞു, FEG ടു സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ആ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് ടൈം ഫ്രെയിംസിനെ കുറിച്ചാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മന്ത്ലി, വീക്ക്ലി, ഡെയിലി, 4 അവർ, 1 അവർ, 30 മിനിറ്റ്, 50 മിനിറ്റ്, 5 മിനിറ്റ്, ഈ ഒരു ടൈം ഫ്രെയിംസ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തുള്ള 1 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ 3 മിനിറ്റ്, കുറെ ടൈം ഫ്രെയിംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ടൈം ഫ്രെയിംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല, ഈ ഒരു ടൈം ഫ്രെയിംസ് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്തിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കിൽ സോൺസിനെ കുറിച്ചാണ്. കിൽ സോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ICTയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കിൽ സോൺ ടൈംസിലായിരിക്കും മാർക്കറ്റ് നല്ല വോൾട്ടാലിറ്റി, അതേപോലെ നല്ല വോളിയം ടൈം. വോളിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിക്ക് മൂവ് ആവുന്ന ടൈമിൽ, ഇപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു ഗ്രേ ബോക്സും റെഡ് ബോക്സും ഒക്കെ, ഇതൊക്കെ കിൽ സോൺ ടൈംസ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യൻ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിൽ സോൺ ടൈം വരുന്നത് ഇത് ലണ്ടൻ കിൽ സോണിന്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12:30, അതായത് ഉച്ചക്ക് 12:30 മുതൽ അതേപോലെ 15:30, അതായത് 3:30 വരെയാണ്. അത് ചെറിയ 1 അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം, ഡേ ലൈഫ് സേവിങ്സിന്റെ ഭാഗമായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അതൊക്കെ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ICT KZS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആയിക്കോളും. ആ ഒരു സെഷൻ കിൽ സോൺസ് ടൈമിങ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സെറ്റ് ആവും. സോ 3 കിൽ സോൺസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഏഷ്യൻ ആണ്, ഇത് ഇങ്ങനെ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളതിന്റെ ഒരു റീസൺ ഉണ്ട്, അത് നമ്മൾ അപ്കമിങ് വീഡിയോയിൽ പറയും. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു കിൽ സോണിന്റെ ഇമ്പോർട്ടൻസ് ഏഷ്യൻ ആണ്, ഇത് ഏഷ്യൻ കിൽ സോൺ എന്ന് പറയും. ഓക്കെ, ഇത് ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക്. അപ്പോ നിങ്ങൾ ഇവിടെ ഈ ഒരു മാർക്കറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കിൽ സോൺസിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെയൊക്കെ എത്രയും ചെറിയ ക്യാൻഡിൽസ് ഫോം ആയതിനു ശേഷം ഈ ഒരു കിൽ സോൺ ടൈംസിൽ വരുമ്പോൾ കണ്ടില്ലേ, മാർക്കറ്റ് കുറച്ചും കൂടി ഒരു എക്സ്പാൻഡബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി വലിയ ക്യാൻഡിൽസ് കണ്ടില്ലേ. സോ കണ്ടില്ലേ, ഇത് ന്യൂയോർക്കിലെ കിൽ സോൺ ആണ്. സോ ഈ ഒരു കിൽ സോൺ ടൈമിലാണ് മാർക്കറ്റിന് നല്ല വോളിയം, നല്ല മൂവ്മെന്റ്സും കാര്യവും സാധാരണ വരാറ്. ഓക്കെ, അപ്പോ നമ്മള് നമുക്ക് ഈ ഒരു ഫുൾ ടൈം ചാർട്ടിന് മുമ്പിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്ത കിൽ സോൺ ടൈംസിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിൽ സോൺ ടൈംസിലായിരിക്കും നമ്മൾ ട്രേഡ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, സോ കിൽ സോൺസ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഇതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഫേവറേറ്റിൽ ഇട്ട് വെക്കുക. ICT സെഷൻ കിൽ സോൺ ബോക്സസ് ആൻഡ് ഡീവിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പോ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഇതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിൽ വേറെ കിൽ സോൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന കിൽ സോൺസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ അല്ലേ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല, ഇതൊക്കെ ഇതേപോലെ തന്നെ ആക്കിയതിനു ശേഷം ഇവിടെ എന്ത് ചെയ്യാം, സേവ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് എപ്പോഴും എല്ലാ ചാർട്ടറും ഇതേപോലെ തന്നെ വരും. ഈ ഒരു ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഓപ്പൺ ആക്കി ഇട്ടാൽ മതി. ദെൻ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കിൽ സോൺസ് യൂസ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമുക്കൊരു ടൈമിങ്സും കാര്യമാണ്. ഒരു ദിവസം 24/7 നമുക്ക് മാർക്കറ്റിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു കിൽ സോൺ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ കിൽ സോൺസ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് നമ്മുടെ ഒരു കിൽ സോൺ. ഓക്കെ,
സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാല് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ. നമ്മൾ ഇപ്പോ ബൈ ആണോ സെല്ലാണോ മാർക്കറ്റിൽ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചർ നമുക്കറിയാം, മാർക്കറ്റ് സ്ട്രക്ചർ. സോ അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിന് എന്തിന്റെ രീതിയിലാണ് ബൈ ആണോ നമ്മൾ നോക്കുക, സെല്ലാണോ നോക്കുക എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.